അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ സ്ത്രീ എന്ന വിഷയത്തിൽ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഈ വർക്ക്ഷോപ്പ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മഹിതകളായ അള്ളാഹു പലവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് ആദരിച്ച സ്ത്രീകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പലവിധ പരീക്ഷണങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ ശാപം ഏറ്റുവാങ്ങിയ, ലോക ജനതയ്ക്ക് ഉദാഹരണമായും പാഠമായും അള്ളാഹു പരാമർശിച്ച സ്ത്രീകളെയും നമ്മളുടെ ചർച്ചയിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സ്ത്രീയെ എന്തിന് ചർച്ച ചെയ്യണം എന്നത് ഒരു വലിയ വിഷയമാണ്. ഇസ്ലാമിക പാഠങ്ങളിൽ, ഇസ്ലാമിക് സ്റ്റഡീസിൽ അല്ലെങ്കിൽ തിയോളജിയിൽ, മെറ്റഫിസിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഖുർആൻ പുരുഷ കേന്ദ്രീകൃതമായി മാറി എന്ന് പറയുന്ന തരത്തിലുള്ള ധാരാളം പഠനങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഖുർആൻ വന്നതുപോലും ഒരുപക്ഷെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ സ്ത്രീയുടെ സംരക്ഷണവും സ്ത്രീയുടെ ഏജൻസിയും സ്ത്രീയുടെ പ്രാതിനിധ്യവും ദൃശ്യതയും ഉറപ്പുവരുത്താനായിരുന്നു എന്നത് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം 6-7 നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് വരെയുള്ള നൂറ്റാണ്ടുകളിലും അറേബ്യൻ ലോകത്തെ സ്ത്രീകളുടെ പതിതാവസ്ഥ, ദുർബലാവസ്ഥ വളരെ വ്യക്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും വളരെ അപൂർവം ചില സ്ത്രീകൾ മാത്രമാണ് അറേബ്യൻ ലോകത്ത് പേര് ലഭിച്ചിരുന്നവർ. അതിൽ ആദ്യം നമ്മൾ പരാമർശിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക്, തന്റെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തിയ ഒരു സ്ത്രീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സൂറത്തു ദുഹയിൽ പറയുന്നത് പോലെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകാൻ കാരണമായ സ്ത്രീ. അങ്ങനെ 1-2 പേരല്ലാതെ ജാഹിലി കാലത്ത് പോലും പേരറിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ആ തരത്തിൽ സ്ത്രീകൾ അവഗണിക്കപ്പെടുകയും മാർജിനലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഖുർആൻ സ്ത്രീയുടെ ഒരു ബർഡൻ, ഭാരം എന്നതിനേക്കാളും അപ്പുറം സ്ത്രീയുടെ ഏജൻസിയെ, അവളുടെ പ്രാതിനിധ്യത്തെ, അവളുടെ ദൃശ്യതയെ, അവകാശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആയത്തുകൾ, സൂക്തങ്ങൾ അവതരിപ്പിച്ച് നൽകുകയും അതിലൂടെ ഒരു ആണ് പെണ്ണ് അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു ഗോത്രവർഗ സംവിധാനത്തിലേക്ക്, അതിനേക്കാളും അപ്പുറം സ്ത്രീകളുടെ പ്രാധാന്യത്തെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന നിരവധി സൂറത്തുകൾ നൽകുകയും ചെയ്തു. ഇതിലൂടെ ആ ഒരു സമയത്തുണ്ടായ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറാനും അത് തന്നെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പലതരം വിപ്ലവങ്ങളിലേക്ക് നയിക്കാനും കാരണമാകുകയും ചെയ്തു. ഈ തരത്തിലാണ് പരിശുദ്ധ ഖുർആൻ എന്തിന് സ്ത്രീയെ പരാമർശിക്കണം എന്ന് വെച്ചാൽ, ഒന്ന്, സ്ത്രീയുടെ എൻറ്റിറ്റിയെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും അള്ളാഹു സൃഷ്ടിപ്പ് നൽകി, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയും എന്ന് അള്ളാഹു പറയുന്നു. ആ എൻറ്റിറ്റിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് പുരുഷന്റെയും സ്ത്രീയുടെയും ഐഡന്റിറ്റിയെ കുറിച്ചിട്ടാണ്. പലവിധ ഭാഷകളിലൂടെ, പലവിധ സംസ്കാരങ്ങളിലൂടെ, പലവിധ ജീവിത രീതികളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. പല ഹിസ്റ്റോറിസിറ്റി, ചരിത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയുടെ പ്രാധാന്യത്തെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നത്. അതാണ് ഖുർആനിൽ നമുക്ക് ഇത് കൂടുതൽ എടുത്തു പറയാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫില് 111-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, സൂറ യൂസുഫിൽ നമുക്കറിയാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം മുതൽ ഏകദേശം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം വരെയുള്ള ഒരു ചരിത്ര വിശദീകരണം നടത്തിയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പറയുന്നത് എന്നത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ലഖദ് ഖാന ഫീ ഖസസിഹിം ഇബ്റതൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് അവരുടെ സംഭവ കഥകളിൽ ഇബ്റത്തുണ്ട്, ഗുണപാഠമുണ്ട്, പാഠമുണ്ട് എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പുണ്ട് എന്നൊക്കെ അർത്ഥത്തിലാണ് ഇബ്റത്ത് എന്നുള്ള പദം വരുന്നത്. ബുദ്ധി ഉള്ളവർക്ക് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചരിത്രം ആർക്കാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. ചരിത്രം അത് വകതിരിവുണ്ടാകുവാനും വിവേകമുണ്ടാകുവാനും ബുദ്ധി വളരാനും കാലത്തെക്കുറിച്ചും വരും കാലത്തെക്കുറിച്ചുമുള്ള ബോധത്തിന് വേണ്ടിയിട്ടാണല്ലോ ചരിത്രം എന്ന് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉലുൽ അൽബാബ് എന്നതിനെ സംഭവകഥ എന്ന് പറയുന്ന ഖിസ്സ എന്ന പദത്തിനോട് ഇബ്റത്ത് എന്ന് പറയുന്ന പദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്നും ഒരു കഥകളെ അല്ല, ഇത് കെട്ടിയുണ്ടാക്കിയ കഥകളല്ല. മാക്കാന ഹദീസൻ യുഫ്തറ, കെട്ടിയുണ്ടാക്കിയ കഥകളെക്കാളും അപ്പുറം വലാകിന തസ്ദീഖല്ലദീ ബൈന യദൈഹി, ഇത് വളരെ ഉറപ്പുവരുത്തുന്ന സത്യസന്ധമായ കാര്യമാണെന്ന് അള്ളാഹു ആ ചരിത്ര പരിധിയെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് തഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനുള്ള വിശദീകരണമാണ്. വഹുദൻ വറഹ്മത്തൻ ലിഖൗലി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ഖൗമിന് റഹ്മത്തായും സത്യമാർഗമായിട്ടും തഫ്സീൽ വിശദീകരണമായിട്ടും തസ്ദീഖ് സത്യപ്പെടുത്തുന്ന കാര്യമായിട്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല സംഭവ കഥകൾ വിശദീകരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ഉദ്ദേശിക്കുന്ന ഹവ്വാ ബീവിയുടെ ചരിത്രം അതൊരു മാക്കാന ഹദീസൻ യുഫ്തറ, കെട്ടിയുണ്ടാക്കിയ ഒരു കഥയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ആയത്തിലൂടെയാണ്. അതായത് ഹവ്വാ ബീവി ആവട്ടെ, അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പരാമർശിക്കുന്ന എല്ലാ മഹിതകളായ സ്ത്രീകളെയും, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ കൂടെ ജീവിക്കുകയും എന്നാൽ ആ അനുഗ്രഹം സ്വന്തം ജീവിതത്തിൽ ലഭിക്കാതെയും ശത്രുപക്ഷത്ത് അണിചേരുകയും ചെയ്ത അവരുടെ ഭാര്യമാരുടെ കഥകൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ഹിദായത്ത് ലഭിക്കുകയും അതിൽ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾ അതിജീവിക്കുകയും ചെയ്ത സത്യവിശ്വാസിനികളായ ആൾക്കാരുടെ സംഭവങ്ങൾ, ഇതെല്ലാം മാക്കാന ഹദീസൻ യുഫ്തറ, യൂസുഫ് നബിയുടെയും മറ്റുള്ള കഥകളെ പോലെ തന്നെ ഇതൊന്നും എന്തല്ല, കെട്ടിയുണ്ടാക്കിയതല്ല, അത് തസ്ദീഖാണ്, സത്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. തഫ്സീല കുല്ലി ഷൈഇൻ, വിശദീകരണമായിട്ടും കൂടാണ്. ഹുദം വ റഹ്മത്തൻ, അത് ഹുദയും റഹ്മത്തുമാണ് എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ചരിത്രത്തിലെല്ലാം നമ്മൾ ലഭിക്കേണ്ടത് എന്തിനാണ് പരിശുദ്ധ ഖുർആൻ ഹവ്വ അടക്കമുള്ള താഴോട്ടുള്ള സ്ത്രീകളെ പരാമർശിക്കുന്നത്? അത് നിങ്ങൾക്ക് ഹുദയായിട്ടാണ്, അത് മനുഷ്യന് റഹ്മത്തായിട്ടാണ്, അത് മനുഷ്യനെ മുൻകാല സംഭവങ്ങളെ കുറിച്ചുള്ള സത്യപ്പെടുത്തൽ എന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് മനുഷ്യന് ആവശ്യമായ തഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലുള്ള വിശദീകരണമായിട്ടാണ്. അത് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തെ, അതായത് മുഴുവൻ മനുഷ്യരാശിയുടെ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് ഭാഗത്ത് തന്നെ നമുക്കറിയാം സൂറ ഹുജറാത്തില് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്നു. അതായത് ഹവ്വയെയും ആദമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരാമർശിക്കുകയാണ് ചെയ്യുന്നത്. വജഅൽനാകും ശുഉബൻ വ ഖബാഇല ലിതആറഫു, ഈ വൈവിധ്യങ്ങൾ എന്തിനാണ്? വിവിധ ഗോത്രങ്ങളായും വിവിധ സമൂഹങ്ങളായും ഇങ്ങനെ വേർതിരിച്ചത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിന്റെ കോമണാലിറ്റിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, പക്ഷെ അള്ളാഹു ആണ് പെണ്ണ്, വിവിധ സമൂഹങ്ങൾ, വിവിധ ഗോത്രങ്ങൾ, വിവിധ ക്ലാസ്, സ്ട്രാറ്റ എന്നതിനേക്കാളും അപ്പുറം അള്ളാഹുവിന്റെ മുമ്പിൽ പവിത്രത, മഹിമ, മഹത്വരം ആർക്കാണുള്ളത്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തുന്നവരാരോ അതാരായാലും അവരാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ആദരണീയൻ എന്ന് അള്ളാഹു പറയുന്നു. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, കാരണം അള്ളാഹുവിന് വ്യക്തമായി അത് ആരൊക്കെയാണെന്ന് അറിയാം. എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എൻറ്റിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. വനഫ്സിൻ വമാ സവ്വാഹ, സൂറ ഷംസിലെ 10-ാമത്തെ ആയത്ത് മുതൽ, അതായത് 7-ാമത്തെ ആയത്ത് മുതൽ 10-ാമത്തെ ആയത്ത് വരെ മനുഷ്യന്റെ ഒരു എൻറ്റിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ വനഫ്സിൻ വമാ സവ്വാഹ, അള്ളാഹു ശരിപ്പെടുത്തിയ അവന്റെ നഫ്സിനെ കൊണ്ടും അതിനെ ശരിപ്പെടുത്തിയവനെ കൊണ്ടും സത്യം. അതായത് ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, അള്ളാഹു ആ നഫ്സിനുള്ളിലേക്ക് മനുഷ്യന് ഒരുപോലെയാണ് നന്മയും തിന്മയും കുറിച്ചുള്ള ബോധം നൽകുന്നത്. അതായത് സ്ത്രീക്ക് സെൻസ് കുറയും, പുരുഷന് സെൻസ് കൂടുന്നു, സ്ത്രീ തെറ്റിൽ കൂടും, പുരുഷന് നന്മയിൽ കൂടും എന്നൊന്നും വേർതിരിവ് പടച്ചവൻ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വകതിരിവ്, ആ ഒരു അക്കാര്യത്തിൽ ഈക്വാലിറ്റിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ,
ഈ നന്മയെ സൂക്ഷ്മതയെക്കുറിച്ചും ജാഗ്രതയെക്കുറിച്ചുമുള്ള ബോധങ്ങൾ ഒരുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപണം ചെയ്തിരിക്കുന്നത്, ഇൽഹാം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇതിനെ ആരാണോ സംസ്കരിച്ചവൻ, അത് ആരാണെങ്കിലും അവർ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ഇതിനെ ചവിട്ടി താഴ്ത്തിയവൻ അവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ആണ് പെണ്ണ് വേർതിരിവില്ലാതെ തന്നെ മനുഷ്യന്റെ ആ എൻറ്റിറ്റിയെ, സൃഷ്ടിപ്പിനെയും അതിലൂടെ ഉണ്ടാവുന്ന വകതിരിവിനെയും സെൻസിനെയും അതിന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു പരാമർശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. അവിടെ ഈ ഒരു വിഷയം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. സൂറത്ത് നഹ്ലിൽ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ, ഇവിടെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചർച്ച സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീയുടെ വിഷയത്തിലേക്ക് തന്നെ പറയാം. അള്ളാഹു അത് പ്രത്യേകം എടുത്ത് ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അള്ളാഹ് പറയുന്നത് മൻ ആമില സ്വാലിഹൻ മിൻ ലക്കരിൻ ഔ ഉൻസ, ആണായാലും പെണ്ണായാലും ആരാണോ സൽക്കർമ്മം പ്രവർത്തിച്ചത്, വഹു മുഅ്മിനിൻ, മുഅ്മിൻ ആയിരിക്കെ തന്നെ, നല്ല ശുദ്ധമായ സുന്ദരമായ സുഖമുള്ള ജീവിതം അവർക്ക് നാം നൽകുമെന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് അവർ ഈ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഏറ്റവും നല്ല രീതിയിൽ ഇഹ്സാനോട് കൂടി അല്ലാഹു പറയുന്നു, നാം അവർക്ക് പ്രതിഫലം നൽകുന്നവനും കൂടാണ്. അതായത് ആണായാലും പെണ്ണായാലും അള്ളാഹുവിന്റെ മുമ്പിൽ അവരുള്ള ഏജൻസിയും അവരെ അമല് സ്വാലിഹാവുക എന്നത് മാത്രം. ആണ് പെണ്ണ് വേർതിരിവിനെ അള്ളാഹു അവിടെ കാണുന്നില്ല. അവർക്കുള്ള ഏജൻസിയും ഈക്വലായി അള്ളാഹു പറയുന്നു, അവർക്കുള്ള പ്രതിഫലവും റിവാർഡും അള്ളാഹു ഈക്വലായി അള്ളാഹു പറയുന്നു. അതിന്റെ കൂടെ തന്നെ ഓരോ മനുഷ്യനും ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്തം കറക്റ്റായും സെയിമായും ഒരുപോലെയാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അള്ളാഹു മനുഷ്യരോടാണല്ലോ പറയുന്നത്, വിശ്വാസികളോട് എല്ലാവരോടും പറയുന്നത്, നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അവിടെ ആണ് പെണ്ണ് വേർതിരിവില്ലാതെ തന്നെ. ഇത് ഞാൻ ഈ വിശദീകരിക്കുന്നത് ഇസ്ലാം എങ്ങനെയാണ് ആ 6-7 നൂറ്റാണ്ടുകളിൽ, പ്രത്യേകിച്ച് 7-ാം നൂറ്റാണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അവരെ ജെൻഡറിനെ മുന്നിൽ വെക്കാതെ തന്നെ ഒരുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനം എന്താണെന്ന് വിശദീകരിക്കുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ എന്താണോ പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മെറ്റാഫിസിക്കലായി, തിയോളജിക്കലായി അധികം വിശദീകരിക്കുന്നത്, അത് തന്നെ സ്ത്രീയുടെയും കാര്യത്തിൽ വിശദീകരിക്കുന്ന നമുക്ക് ഈ ആയത്തിലൂടെ കാണാം. നോക്കുക, ഖുർആൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച വർത്തമാനങ്ങളിൽ അത് നിയമപരമായും സാമൂഹികപരമായ വിപ്ലവങ്ങളെ കുറിച്ചും പരിവർത്തനത്തിനെ കുറിച്ചും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഉൻസ എന്ന പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീ എന്ന് പറയുന്ന, ഫീമെയിൽ എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ ലീഗൽ ഇന്റർവെൻഷനെ കുറിച്ചും റാഡിക്കലായിട്ടുള്ള ആ സ്ത്രീക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ പദപ്രയോഗം അത് ഒരു അന്നത്തെ സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്വത്ത് എന്നതിൽ നിന്ന് മാറി ഒരു മനുഷ്യന്റെ ഒരു കേന്ദ്രം എന്ന നിലയിലേക്ക് സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ അനന്തരാവകാശത്തെക്കുറിച്ചും സാമൂഹ്യപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ രണ്ടുപേരുടെയും വളരെ എക്സ്പ്ലിസിറ്റ് ആയി അവരുടെ അവകാശങ്ങളും ലീഗൽ എൻറ്റിറ്റീസും വിശദീകരിച്ചുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടിനെ കുറിച്ചും അവരുടെ ആക്ഷൻസിനെ കുറിച്ചുമെല്ലാം പ്രവർത്തനങ്ങളെ കുറിച്ചുമെല്ലാം ഖുർആൻ ഒരുപോലെ എടുത്ത് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മനുഷ്യനെ പരസ്പരം ആശ്രിതർ എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരാൾക്ക് മറ്റൊരാളിലേക്ക് മുകൾ അതോറിറ്റി നൽകുക എന്നതിനേക്കാളും അപ്പുറം ഒരു ആശ്രിതർ എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. അള്ളാഹ് പറയുന്നുണ്ടല്ലോ സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്തിൽ, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. അത് എന്തിനു വേണ്ടിയാണ്? തസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. കാരണം ആ ഇണകൾക്കിടയിൽ ഉണ്ടാവേണ്ടത് ഇസ്ലാമിന്റെ ഒരു ദാമ്പത്യ സങ്കല്പമാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്.
ഒരു ഇണ എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാൾക്ക് പ്രോപ്പർട്ടി ആവുക എന്നതിനേക്കാളും അപ്പുറം ഒരാൾ മറ്റൊരാൾക്ക് ഇണയും തുണയും തണലുമായി മാറുക എന്നതാണ്. അത് ശാന്തി അടയുന്ന ഇടമായി മാറുക എന്നുള്ളതാണ്. അവർക്കിടയിൽ വർക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, അത് മവദ്ദത്ത് പ്രണയവും റഹ്മത്ത് കാരുണ്യവും അനുഗ്രഹവുമാണ് എന്നതാണ്. ഈ തരത്തിലാണ് ദാമ്പത്യത്തെ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ജീവിതത്തിലെ ഒരു പാർട്ട്ണർഷിപ്പിനെ ഇസ്ലാം കാണുന്നത്. ആ തരത്തിലാണ്. അതായത് ഒരു കാലത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു ആണിനുള്ള പ്രോപ്പർട്ടിയായി അല്ലെങ്കിൽ അടിമയല്ലാത്ത അടിമയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പൊസിഷൻ ഇസ്ലാം ഇല്ല എന്നും അത് ഇണ തുണ എന്ന് പറയുന്ന ബന്ധങ്ങളിലൂടെയാണെന്നും അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ആയത്ത് തന്നെ അല്ലെങ്കിൽ അങ്ങനെ സംവിധാനം ഒരുക്കിയത് പോലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറയുകയും ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യതഫക്കറൂൻ, ഈ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ ചിന്തിക്കുന്ന ജനതയ്ക്ക് തെളിവുകളുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതായത് അങ്ങനെയുള്ള റഹ്മത്തും മവദ്ദത്തും പ്രണയവും കാരുണ്യവും ശാന്തിയും നിറഞ്ഞ വൈവാഹിക ബന്ധങ്ങളിലാണ് അത് ആ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും ആണിനും പെണ്ണിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരേപോലെ റെസ്പെക്ട് നൽകുന്നു, ഒരേപോലെ അഭിമാന ബോധം നൽകുന്നു, ഒരുപോലെ അള്ളാഹു ഉപജീവന മാർഗങ്ങളുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, ഒരുപോലെ സ്വാതന്ത്ര്യവും നൽകുന്ന ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹ് ആദരിച്ച ഒരു മനുഷ്യ ജീവിയെ ആർക്കാണ് അനാദരിക്കാൻ കഴിയുക? അള്ളാഹു ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ആദരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കാണ് ഒരു ആണിന് പെണ്ണിനെയോ ഒരു പെണ്ണിന് ആണിനെയോ അനാദരിക്കാൻ കഴിയുക? അള്ളാഹു അതാണ് നമ്മളോട് ഇത് പഠിപ്പിക്കുന്നത്. ഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, ഒരുപോലെ കരയിലും കടലിലും നാം അവരെ വഹിച്ചു. അതായത് യാത്രാ സംവിധാനത്തെ കുറിച്ചുള്ള പരാമർശമാണെന്ന് പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഒരു സ്വാതന്ത്ര്യം ഇതിലൂടെ അള്ളാഹു ഒരേപോലെയാണ് ആദമിന്റെ മക്കൾക്ക് നൽകുന്നത്. റസഖനാഹും മിനത് ത്വയ്യിബാത്ത്, നല്ല ഭക്ഷണം, നല്ല റിസ്ക് അള്ളാഹു ഒരുപോലെയാണ് ആദമിന്റെ മക്കൾക്ക് നൽകുന്നത്. അള്ളാഹു സൃഷ്ടിച്ച മറ്റു പലരെക്കാളും അള്ളാഹു ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഒരുപാട് ഫളില്, അള്ളാഹുവിന്റെ ശ്രേഷ്ഠത, ഡിഗ്നിറ്റിയും കൂടെ നൽകുന്നു എന്ന് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അള്ളാഹു ആണ് പെണ്ണ് വേർതിരിവില്ലാതെ തന്നെ ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും റിസ്കും ഉപജീവന മാർഗത്തിന്റെ സംവിധാനങ്ങളും സ്വാതന്ത്ര്യവും ഒരുപോലെ നൽകുന്നു എന്നാണ് സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തു തഹ്രീമിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യ ജീവികൾക്കും മുഴുവൻ തലമുറകൾക്കും തെളിവായി ഖുർആൻ പരാമർശിക്കുന്നത് മറിയം ബീവിനെയും ആസിയയെയുമാണ്. അതായത് ഏത് തരത്തിൽ ഒരു ആത്മീയമായ, ഏത് തരത്തിലൊരു ധാർമ്മികമായ ഒരു ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് വേണമോ അത് നോക്കണമെങ്കിൽ അത് ആണിനും പെണ്ണിനും ഒരുപോലെ മാതൃകയായി അള്ളാഹു പറയുന്നത് സൂറത്ത് തഹ്രീമിലെ 11-12-ാമത്തെ ആയത്തിൽ അത് 2 സ്ത്രീകളുടെ പേരിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് എന്നതാണ് ഖുറാന്റെ ഒരു അത്ഭുതമായി മാറുന്നത്. അതായത് ഒരു ഇസ്രായേൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രധാനമായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ പേര് പരിശുദ്ധ ഖുർആൻ ആ ചാപ്റ്ററിന് നൽകുകയും അതിലൂടെ അവരിലേക്കാളും മറിയമിനെ ഇസ്ലാം ഏറ്റെടുക്കുന്ന ഒരു ചിത്രം, ഒരു ഇമേജ് സൃഷ്ടിക്കുകയും എന്നിട്ട് ആ മറിയം ലോക മനുഷ്യർക്ക് ധാർമ്മികതയുടെയും ആത്മീയതയുടെയും ഏറ്റവും നല്ല മാതൃകയായി ചിത്രീകരിക്കുകയും ചെയ്യുക. ആലോചിച്ച് നോക്കുക, മറിയം ബീവി അന്ന് അനുഭവിച്ച വ്യഭിചാരിണി എന്ന് പേര് കേൾക്കേണ്ടി വന്ന, വഴിപിഴച്ചവൾ എന്ന് പേര് കേൾക്കേണ്ടി വന്ന, ഖുർആൻ അത് പല ഭാഗങ്ങളിൽ അത് വിശദീകരിക്കുന്ന നമുക്കറിയാം. സൂറ ത്വാഹ അടക്കമുള്ള ഭാഗങ്ങളിൽ മറിയം ബീവിയുടെ വിശദീകരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ ഇങ്ങനെ വിശദമായ ആക്ഷേപങ്ങൾ നിറഞ്ഞ ഈ ഒരു കഥ ഉള്ള ആ ഒരു പശ്ചാത്തലത്തിൽ മറിയം അവരുടെ ധാർമ്മികതയെയും അവരുടെ ആത്മീയതയും ഉയർത്തി നിൽക്കുന്ന ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു രീതിയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആസിയയും, അതായത് ഫിറോൻ കുടുംബത്തിൽ ഇസ്ലാം സ്വീകരിച്ച എല്ലാ പീഡനങ്ങളും സഹിക്കുകയും എന്നാൽ വിശ്വാസത്തെ
വിശ്വാസത്തോട് ഒരു അണുകിട വ്യത്യാസം കൂടാതെ തന്നെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ഒരു സ്ത്രീയുടെ ഉപമയിലൂടെയാണല്ലോ ആസിയ വിശദീകരിക്കുന്നത്. നമ്മുടെ കോഴ്സ് വർക്കിൽ ഇവരെ കുറിച്ച് വിശദമായ പഠനങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ നംലിൽ ഒരു പൊളിറ്റിക്കൽ വിസ്ഡം, ഒരു രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നത് മുസ്ലിം അല്ലാതിരുന്ന ഒരു സ്ത്രീയുടെ, ഒരു രാജ്ഞിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അവരുടെ ശൂറ സംവിധാനത്തെക്കുറിച്ച്, അവരുടെ ഭൗതികമായ ഒരു ഉയർച്ചയെക്കുറിച്ചും അവരുടെ ഭൗതികമായ ഒരു ഏജൻസിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ബിൽഖീസിന്റെ സംഭവം പറയുന്നതിലൂടെ വിശദീകരിക്കുന്നുണ്ട്. തെറ്റിനെ തിരിച്ചറിയുകയും അത് നന്മയെ സ്വീകരിക്കുകയും ഹിദായത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഒരു രാജ്ഞി എന്ന നിലയിലാണല്ലോ ബിൽഖീസിനെ പരാമർശിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെയും ഒരു ഇടമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ഒരു വിശദീകരണത്തിലൂടെ പറയുന്നുണ്ട്. സൂറത്തുൽ ഖസസിലെ 7 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ പെങ്ങളുടെയും കഥ വിശദീകരിച്ച് പറയുന്നുണ്ടല്ലോ. അതായത് ഒരു ധീരതയുടെ അടയാളം എന്ന നിലയിലും, അതുപോലെ തന്നെ തന്റെ മകളെ, മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയെ ആ ബാസ്ക്കറ്റ് ഒഴുകി വിടുമ്പോൾ അതിനെ ഫോളോ ചെയ്യാനും അതിനെ ഫോളോ ചെയ്യുകയും ആ സ്ത്രീയുടെ തന്നെ ഈ സഹോദരിയുടെ തന്ത്രത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൈന്യൂട്ടായ കാര്യങ്ങൾ പറയുന്നതിൽ പോലും നമുക്ക് പാഠങ്ങൾ ബാക്കിയാക്കുന്നത്? അതായത് സ്ത്രീ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും അനിവാര്യമായ ഇടപാടുകൾ നടത്താൻ കഴിയുന്നവളാണ് എന്ന് പറയുന്ന ഒരു ഇമേജും കൂടി 7-ാം നൂറ്റാണ്ടിലൂടെ അന്നത്തെ ജനതയ്ക്കും പിന്നെ അവസാനം വരെയുള്ള ജനതയ്ക്കും നൽകുന്നു എന്നതാണല്ലോ. കാരണം ഖുർആനെ ഹുദല്ലിന്നാസ് എന്നതാണല്ലോ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഓരോ ജീവിക്കും അതിൻ്റെതായ ഒരു പ്രാതിനിധ്യമുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ കഥകളിലൂടെ നമുക്ക് ഇത്രയും വിശദമായി സംസാരിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നോക്കുക, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ, അത് പ്രത്യേകിച്ച് ഹാജറ ബീവി ആവട്ടെ, അത് സാറയാവട്ടെ, അവരുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഹാജറയുടെ ഒരു കാര്യം വളരെ അത്ഭുതകരമായ സംഭവമാണ്. ഹാജറയുടെ പേര് പോലും പരാമർശിക്കുന്നില്ല. പക്ഷേ ഹാജറയുടെ പേര് ഖുർആനില്ലെങ്കിൽ പോലും അവരുടെ ജീവിതം, അവരുടെ സ്ട്രഗിൾ, അവര് ബാക്കി വെച്ച പൈതൃകം, അവർ ജീവിച്ച പ്രദേശം, അവരുടെ വിശ്വാസം, അവരുടെ കമ്മിറ്റ്മെന്റ്, സബ്മിഷൻ എല്ലാം അത്രയും ഇമ്പോർട്ടന്റ് ആയി തന്നെ ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ അറേബ്യൻ ലോകത്തിന്റെയും, ജാഹിലിയ കാലത്തെ അറേബ്യൻ ലോകത്തിന്റെയും പോലും പ്രധാന എപ്പിസെന്ററായി, കേന്ദ്രമായി ഹാജറയുടെ അനുഭവം മാറി എന്ന് പോലും നമുക്കറിയാം. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം ജാഹിലിയ കാലത്തും ഹജ്ജ് നടന്നിരുന്നു. ഈ പറയുന്ന ഓർമ്മകൾ അവിടെയും ബാക്കിയായിരുന്നു. സംസമിനെ അവർ ആദരിച്ചിരുന്നു. അതൊക്കെ അറിയാം. അതായത് കാരണം ഹാജറ ആ ഒരു ലോകത്തിന്റെ പോലും പ്രധാനമായി മാറുന്നു. അവിടുത്തെ ഒരു ഭൂപ്രദേശത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫിഗറായി ഹാജറ മാറുന്നത് പോലും നമുക്ക് കാണാം. സൂറത്തുൽ ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്തിൽ മാത്രമാണ് ഈ ഒരു പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അതായത് പടച്ചവനെ, ഞാൻ എൻ്റെ ഈ നാട്ടിലെ ബിന്നി അസ്കൻതു എന്ന് പറയുന്ന ആ പ്രാർത്ഥനയാണ് അവിടെ ഉള്ളത്. ഈ നാട്ടിൽ ആരോരുമില്ലാത്ത ഈ നാട്ടിൽ ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ ഞാൻ ഒഴിവാക്കുകയാണ്, അവിടെ താമസിപ്പിക്കുകയാണെന്ന് പറയുന്ന ഒരു പരാമർശം സൂറത്ത് ഇബ്രാഹിമിന് 37-ാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ഹാജറയുടെ ഒരു പേര് പറയാതെ ഒരു കുടുംബത്തിന്റെ പരാമർശം വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു സംഭവത്തോടു കൂടി തന്നെ ഒരു സമൂഹത്തിന്റെ, ഒരു നേഷന്റെ ഉമ്മയായി ഹാജറ മാറുന്നു. അതുവരെ ആരോരുമില്ലാത്ത ഒരു ജനതയെ മക്കയിലെ ആദ്യത്തെ താമസക്കാരിയായി ഹാജറ മാറുന്നു. അതോടുകൂടി തന്നെ നാടോടികളായ ഒരു സമൂഹത്തിൽ നിന്ന് മാറി ഒരു താമസിക്കുന്ന സെക്കൻഡറി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു ഫിഗറായി ഹാജറ മാറുന്നു. ചരിത്രപരമായി ഹാജറയുടെ വലിയ പ്രാധാന്യം നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിലെ ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ല എന്ന് പറയുന്ന ആയത്തിൽ 158-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫാ മർവ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്ന് പറയുന്നത് പോലും ഹജ്ജിന്റെ ഓർമ്മയിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത്. ആ ഹജ്ജിന്റെ ഓർമ്മയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പരാമർശങ്ങളെക്കാളും അത് ഒരു പക്ഷേ ഹാജറ ബീവിയുടെ വേദനയും ആവലാദികളും വിഷമവും നമുക്ക് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ആ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളുള്ള പ്രദേശങ്ങളായ സഫയും മർവയും അള്ളാഹു 2 പ്രധാന ചിഹ്നങ്ങളാക്കി മാറ്റുകയും അതിൻ്റെ ഇടയിലുള്ള വേഗത്തിലുള്ള നടത്തത്തെ, സായിനെ പ്രധാന അനുഷ്ഠാനമാക്കി മാറ്റുകയും ചെയ്തു. നോക്കുക, ഹജ്ജ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പ്രധാന സ്തംഭങ്ങളിൽ ഒന്നായ ആ ഒരു അനുഷ്ഠാന കർമ്മത്തെ
ഒരു ഹാജറ എന്ന് പറയുന്ന അടിമയായ ഒരു സ്ത്രീയുടെ ഓർമ്മകളിലേക്ക് അള്ളാഹു കണക്ട് ചെയ്തു എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന സഫാ വൽ മർഅത മിൻ മർവത മിൻ ഷായിരില്ല, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് സഫയും മർവയും എന്ന് പറയുന്ന വിശദീകരണങ്ങളുള്ളത്. അതുപോലെ തന്നെയാണ് സാറയുടെ മറ്റൊരു ഓർമ്മ. അറേബ്യൻ ജനതയുടെ ഉമ്മയായി അത് ഹാജറ മാറുമ്പോ മറ്റൊരു ബനു ഇസ്രായേലികളുടെ ഒരു പ്രധാന മാട്രിയാർക്കായി, ഒരു ഉമ്മയായി സാറ മാറുന്നത് നമുക്ക് കാണാം. സാറയുടെ ജീവിതത്തിൽ നല്ല വയസ്സുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിക്കുന്നത്. ബൈബിളിലും അതേപോലെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെയും സമാധാനത്തോടെ ജീവിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സാറയെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വന്ന മലക്കുകളോട് വളരെ ഭൗതികമായിട്ടുള്ള ഒരു സംവാദം നടത്തുന്ന ഹാജറയായിട്ട് സൂറത്ത് ദാരിയാത്തിലും സൂറത്തുൽ ഹൂദിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവരോടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി, ഒരു ആതിഥ്യ മര്യാദ എത്രത്തോളം ഉണ്ട് എന്നും ഈ സൂറത്തുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു മികവൊത്ത സ്ത്രീ എന്ന രീതിയിൽ, ഒരു ക്ഷമാലുവായ ഒരു സ്ത്രീ എന്ന നിലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സാറയുടെ ജീവിതത്തെ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തു തഹ്രീമിൽ നമ്മൾ നേരത്തെ മറിയം ബീവിനെയും അതുപോലെ തന്നെ ആസിയയും പരാമർശിച്ചതുപോലെ, എന്നാൽ മനുഷ്യന്റെ പ്രശ്നത്തെ, അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ മാനസിക വിഷയത്തെ, ഹ്യൂമൻ ഏജൻസിയെ പരിചയപ്പെടുത്തുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെയും ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെയും ഭാര്യമാരുടെ ഉദാഹരണങ്ങളിലൂടെയാണ്. അതായത് മോശമായ മനുഷ്യന്റെ ഉദാഹരണമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് സ്ത്രീകളിലൂടെയാണ്. രണ്ട് പ്രവാചകന്മാരുടെ കീഴ് അവരുടെ കൂടെ ഭാര്യമാരായി ഇണകളായി ജീവിച്ചിട്ട് പോലും എന്നാൽ സന്മാർഗം എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയെ ഇവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബ മഹിമ എന്നത് സന്മാർഗത്തിനും നേർമാർഗത്തിനും ഒരു ബാധ്യതയല്ല, അതായത് ഒരു അടയാളമല്ല, പകരം ഏജൻസിയാണ് ഹിദായത്തിന്റെ, സന്മാർഗത്തിന്റെ ഒരു പ്രധാന അടയാളം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ചർച്ച വരുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വളർത്തമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തുണ്ടായിരുന്ന അസീസിന്റെ, ഭരണാധികാരിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബുദ്ധിയുടെയും നെഫ്സിന്റെയും തമ്മിലുള്ള, ഇന്റലക്റ്റിന്റെയും ലോവർ സെൽഫിന്റെയും, ബുദ്ധിയുടെയും നെഫ്സിന്റെയും തമ്മിലുള്ള ഒരു സ്ട്രഗിളിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ആ സ്ത്രീയുടെ തന്നെ ഇടപാടുകൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അവരുടെ മൊറാലിറ്റി ഉയർത്തി നിൽക്കുന്ന, അള്ളാഹുവിനോട് സബ്മിഷൻ കാണിക്കുന്ന ഒരു പുരുഷന്റെ ഒരു ഇമേജ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഖുർആനിലൂടെ ഈ വിശദീകരണം നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണ് ഖുർആൻ സ്ത്രീയെ ഇത്രയും വിശദമായി സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലി ഉൽ അൽബാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആൺ മാത്രമല്ല, പെണ്ണും കൂടിയാണെന്നും ഇവർക്ക് രണ്ടുപേർക്കും പരിശുദ്ധ ഖുർആൻ, ഇസ്ലാം ഒരുപോലെയാണ് ഏജൻസി നൽകിയെന്നും അവർക്ക് അവരുടേതായ മേഖലകളിൽ ദൃശ്യതയും ഇമേജും പ്രാതിനിധ്യവും അധികാരവും അതോറിറ്റിയും സോഷ്യൽ എൻഗേജ്മെന്റിന്റെ എല്ലാ സാധ്യതകളും ഉണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ 7-ാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിവിധ സൂറത്തുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സൂറത്തുൽ നൂറിലും അഹ്സാബിൽ പോലുള്ള സൂറത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരിയായ എന്നാൽ നബിയുടെ ശത്രുവായി മാറിയ ഉമ്മു ജമീലിനെ സൂറത്തുൽ ലഹബിൽ പരാമർശിക്കുന്നുണ്ട്. അവർക്കുള്ള നരകപ്രവേശനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അതിന്റെ കാരണം പറയുന്നുണ്ടല്ലോ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത്ത ലഹബ് ഹമ്മാലത്തുൽ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അതായത് ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരായത് കൊണ്ട്, അതായത് അവരുടെ സാധ്യതകൾ ഹിദായത്തിലേക്ക് എത്തുന്നതിനേക്കാളും അപ്പുറം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്ന രീതിയിൽ സൂറത്തുൽ ലഹബിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ചും നബിയുടെ കുടുംബക്കാരായ ആൾക്കാരെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പല രീതിയിൽ സംസാരിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ മുജാദലയിൽ ഖൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹ, ആ സ്ത്രീയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആ ഒരു സംവാദവും അന്ന്
ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഈ വിവാഹ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ജാഹിലി സംവിധാനങ്ങളെ, സമ്പ്രദായങ്ങളെ ഒഴിവാക്കാനും ഇല്ലാതാക്കുവാനും കാരണക്കാരിയായി എന്ന രീതിയിൽ ചരിത്രം രേഖപ്പെടുത്തിയ ഹൗല റളിയല്ലാഹു അൻഹയുടെ പരാമർശമുള്ള സൂറത്തുൽ മുജാദല, ആ സൂറത്തിന്റെ അവതരണത്തിൽ പോലും ആ സ്ത്രീയുടെ സാന്നിധ്യമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ ഖുർആൻ അവതരണത്തിന് പോലും ആയത്തുകൾ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാൻ എന്നതിന്റെ പേരിലും സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനും ഖുർആൻ അവതരിക്കുന്നത് നമുക്ക് കാണാം. അത് സ്വഹാബി വനിതകളുടെ നിരവധി സംഭവങ്ങൾ ഖുർആൻ പല ഭാഗങ്ങളിലായി മക്കയിലുള്ള, പ്രത്യേകിച്ച് മദീനയിലുള്ള സ്ത്രീകളെ കുറിച്ച് ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മുസ്ലിം, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസിയായ ഒരു പുരുഷനും സ്ത്രീയും എന്തായിരിക്കണം എന്ന് വിശദമായി തന്നെ ഒരേ ആയത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് വസ്സായിമീന വസ്സായിമാത്ത് വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. ഈ ആയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെ വളരെ സുന്ദരമായി പറയുന്നുണ്ട്. 10ഓളം ഗുണങ്ങളാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. അത് ആണായാലും പെണ്ണായാലും അവരിൽ അല്ലാഹു ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലാഹുവിനുള്ള ഇസ്ലാമാണ്, സബ്മിഷനാണ്, അത് കീഴടങ്ങലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. രണ്ടാമത് പറയുന്നത് ഈമാനാണ്, അടിയുറച്ച യഖീനുള്ള ഫെയ്ത്താണ്, വിശ്വാസമാണ്. അതാണ് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്റേണൽ കൺവിക്ഷൻ, അതായത് ആന്തരികമായ ഒരു കൺവിക്ഷനാണ്, നമുക്ക് ഉറപ്പാണ് വേണ്ടത്. അതാണ് ഈമാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം കൊണ്ട്, മുസ്ലിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികവും ശരീഅത്തിനോടുള്ള നമ്മളുടെ കമ്മിറ്റ്മെന്റ് ആണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാനിതീന വൽ ഖാനിതാത്ത് എന്നതാണ്. അവിടെ പറയുന്നത് ഒരു ഒബീഡിയൻസ് ആണ്. നമ്മളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ ഒരു അനുസരണ ബോധമാണ് അള്ളാഹു അതിലൂടെ പറയുന്നത്. അത് നിലനിൽക്കുന്ന, എന്നെന്നും നിലനിർത്താൻ കഴിയുന്ന നമ്മളുടെ ഭക്തിയും നമ്മളുടെ ഹ്യൂമിലിറ്റിയുമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് വസ്വാദിഖീന വസ്വാദിഖാത്ത്, സുദുക്ക്, സത്യസന്ധത, അത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഒരുപോലെ ഉദ്ദേശിക്കുന്നു. അത് ഇന്റലക്ച്വൽ ആയിട്ടാവട്ടെ, വെർബൽ ഇന്റഗ്രിറ്റി ആവട്ടെ, നമ്മുടെ ഭൗതികമായിട്ടോ നമ്മുടെ സ്വഭാവപരമായ സംസാര രീതികളെ എന്തോ ആവട്ടെ, നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തോ ആവട്ടെ, അവിടെ ട്രൂത്ത്ഫുൾനെസ്, ഒരുപോലെ സത്യസന്ധത അള്ളാഹു ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. അത് പ്രത്യേകം അള്ളാഹു സ്ത്രീയെ എടുത്തു പറയുന്നു എന്നുള്ളതാണ് ഈ ആയത്തിന്റെ പ്രത്യേകത. പിന്നീട് പറയുന്നത് വസ്വാബിരീന വസ്വാബിറാത്ത്, സബർ, ക്ഷമ, സഹനം, സ്ഥിരത, റെസീലിയൻസ്, ഇത് ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യൻ നേരിട്ടാലും ആണും പെണ്ണും ഒരുപോലെ ആയി മാറണമെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നു. മറ്റൊന്ന് വൽ ഖാശിഈന വൽ ഖാശിആത്ത്, അള്ളാഹുവിനെ ഭയക്കുന്ന, ജീവിതത്തിൽ ഹ്യൂമിലിറ്റിയും ഹംബിളും, അതായത് വിനയവും ഉള്ള ഒരു ആണിനെയും പെണ്ണിനെയും അള്ളാഹു ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് തരത്തിലും നമ്മളുടെ സ്ഥാനം ഏതാണെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആണിനെയും പെണ്ണിനെയുമാണ് അള്ളാഹു ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, അള്ളാഹു പറയുന്നത് മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്, ചാരിറ്റി, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന ആണിനെയും പെണ്ണിനെയും ആലോചിച്ച് നോക്കുക. അള്ളാഹു ഇവിടെ ആണിനെയും പെണ്ണിനെയും എടുത്ത് പറയുമ്പോൾ ആണുങ്ങളാണ് ചാരിറ്റി, അങ്ങനല്ല, എല്ലാവർക്കും ഒരുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ അള്ളാഹു അൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത് എന്നുള്ള പദത്തിലൂടെ വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണാം. പിന്നെ പറയുന്നത് വസ്വാഇമീന വസ്വാഇമാത്ത്, സെൽഫ് ഡിസിപ്ലിൻ ആണിനും പെണ്ണിനും ഒരുപോലെ തങ്ങളുടെ ഈഗോയിസത്തിന്, തങ്ങളുടെ ഈഗോയ്ക്ക് മേൽ അധികാരമുള്ള, കൺട്രോളുള്ള, സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരു ആണിനെയും പെണ്ണിനെയും അള്ളാഹു മനുഷ്യ വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഒരാളുടെ മോറൽ ബൗണ്ടറിയെ, അതുപോലെ തന്നെ നമ്മളുടെ നിയമ പരിധികളെയും പരിമിതികളെയും നമ്മളുടെ അദബിനെ, ധാർമ്മികതയെ തിരിച്ചറിയുന്ന ആളായിട്ടും അതിനെ ഹാഫിളീന, പ്രൊട്ടക്ട് ചെയ്യുന്നവർ
എന്ത് തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? തിരിച്ചറിയുകയും അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹു ഒരുപോലെ പറയുന്നു. അതായത് ആണ് മാത്രം പ്രൊട്ടക്ട് ചെയ്യുകയും പെണ്ണ് മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലല്ല. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഈ പൊതുവേ ഈ ഒരു മേൽ ഷോവനിസ്റ്റായ സമൂഹത്തിൽ പെണ്ണിന്റെ മൊറാലിറ്റിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ഒരു ലോകത്ത് അന്നും അതായിരുന്നു, ഇന്നും അതാണ്. അങ്ങനെ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, അതായത് തങ്ങളുടെ ലൈംഗികാവയവങ്ങളെ എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ധാർമ്മികതയെയും തങ്ങളുടെ അദബിനെയും സദാചാരത്തെയും ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹു ഈ ആയത്തിലൂടെ എടുത്ത് പറയുന്നു. മറ്റൊന്നാണ് അവസാനം പറയുന്നത്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്ന, നിരന്തരം അള്ളാഹു എന്ന് പറയുന്ന, ദീൻ എന്ന, ഇസ്ലാം എന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഓർമ്മ നിരന്തരം ജീവിതത്തിൽ പുലർത്തുന്ന മനുഷ്യനെയും സ്ത്രീയെയും പുരുഷനെയും അള്ളാഹു ഒരുപോലെ എടുത്ത് പറയുന്ന സൂറത്താണ് സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകൾ നോക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന ആയത്തുകൾ ആരൊക്കെയാണ് ശരിയായ വിശ്വാസികൾ എന്നുള്ളത് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ധാർമ്മികതയെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നമ്മൾ സ്വീകരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും നമ്മളുടെ കരാറുകളിലുള്ള സൂക്ഷ്മതയെക്കുറിച്ചും ഇതൊക്കെ ആരൊക്കെ പുലർത്തുന്നു അവരാണ് ജീവിത വിജയികൾ എന്ന് പറയുന്നു. അവിടെയും പറയുമ്പോഴും ആണിനെയും പെണ്ണിനെയും ഒരുപോലെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ തരത്തിൽ സ്വന്തം ഐഡന്റിറ്റി സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഐഡന്റിറ്റി സംരക്ഷിക്കാനുള്ള ജീവിത മാർഗം നമുക്ക് കാണിച്ചു തരികയും ആ കാണിച്ചു തന്ന രീതിയെ അൽ ഫുർഖാൻ എന്ന് ഖുർആനിനെ വിശദീകരിച്ചു തരികയും സത്യാസത്യം വേർതിരിക്കുന്ന ഗ്രന്ഥം എന്ന് ഖുർആനെ വിശദീകരിച്ചു തരികയും അതിലൂടെ ഒരു ഏജൻസിയും റെപ്രസെന്റേഷനും പവറും അതോറിറ്റിയും അങ്ങനെ ഇമേജും ദൃശ്യതയും നൽകുന്ന ഒരു വേദഗ്രന്ഥം 7-ാം നൂറ്റാണ്ടിൽ വരികയും ആ വേദഗ്രന്ഥം ലഭിച്ച ആ പ്രവാചകനെ, റസൂലിനെ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആൻ പരാമർശിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകാവസാനം വരെയും എല്ലാവർക്കും ആണിനും പെണ്ണിനും ഒരുപോലെ റഹ്മത്ത് നിറഞ്ഞ ജീവിതം ലഭിക്കുക എന്നതാണ്. മറ്റൊരാൾക്ക് വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, മറ്റൊരു ഭാരം ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്ആഹാ, ഒരാൾക്ക് കഴിയുന്നതേ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് ആണിനോട് മാത്രമല്ല, അത് പെണ്ണിനോടും, അല്ലെങ്കിൽ പെണ്ണിനോട് മാത്രമല്ല ആണിനോടും ചേർത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ തരത്തിൽ അള്ളാഹു മനുഷ്യനെ ഒറ്റയായിട്ടാണ് സ്വീകരിക്കുന്നത്, ആൺ പെൺ വേർതിരിവില്ലാതെ. ചില നിയമങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെയും പശ്ചാത്തലങ്ങളുടെയും ഒരു പക്ഷേ സെഗ്രിഗേഷൻ കാണാം, പക്ഷെ അവിടെ ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ കഴിയില്ല എന്ന ഒരു ധാരണയും നമുക്ക് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടാവണം. ഈ തരത്തിൽ ഈ ഒരു കോഴ്സ് നമ്മൾ വളരെ വിശദമായി തന്നെ വിശദീകരിക്കുന്നതാണ്. എല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആനിൽ സ്ത്രീകളെ കുറിച്ച് ഇത്രയും ഗഹനമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു ഇൻട്രഡക്ഷൻ സെഷനിലൂടെ തന്നെ തിരിച്ചറിവ് നൽകിയ ഡോക്ടർ സൈഫുദ്ദീൻ സാറിന് നന്ദി. നെക്സ്റ്റ് നമ്മുടെ പാർട്ടിസിപ്പൻസിനുള്ള ഒരു ടൈമാണ്. അതായത് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ന് എടുത്ത ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിലോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടൈം യൂസ് ചെയ്യാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ തിങ്കളും ചൊവ്വയുമായിട്ടാണ് കോഴ്സ് മുന്നോട്ട് പോവുക അല്ലേ? ഇൻഷാ അല്ലാഹ്. പലരും പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെക്കോർഡിംഗ് ഉണ്ടോ, സെഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യും. ഒപ്പം ഡോക്ടർ സൈഫുദ്ദീന്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിലും ഇത് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു ചോദ്യം, ഖുർആനിൽ പലയിടത്തും ഇപ്പൊ ഈ അഹ്സാബിലെ സൂറത്തിലൊക്കെ
സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ വളരെ കൃത്യമായി അഭിസംബോധന ചെയ്തിട്ടുണ്ട്. മറ്റു പല ആയത്തുകളും ഡോക്ടർ സൈഫുദ്ദീൻ സാഹിബ് നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഖുർആൻ പുരുഷന്മാരെ അഭിസംബോധന മാത്രം പുരുഷന്മാരെ മാത്രം അഭിസംബോധന ചെയ്യുന്നത് പോലെയും സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചില ഭാഗങ്ങളിൽ വന്നത്? ഇപ്പൊ ഈ സൂറത്തുൽ അഹ്സാബിലെ ആയത്തിന്റെ സബലുൻ നുസൂൽ നോക്കുമ്പോൾ തന്നെ പ്രവാചകനോട് അദ്ദേഹത്തിന്റെ ഇണ പോയി ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പുരുഷന്മാരെ മാത്രം അഭിസംബോധന ചെയ്യുന്നത്, ഞങ്ങൾക്കും സ്വർഗം കിട്ടൂലേ എന്ന രീതിയിൽ ചോദിച്ചതിന്റെ മറുപടി ആയിരുന്നു ഈ ആയത്ത് വന്നതെന്ന് സബബുൻ നുസൂൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഖുർആൻ ഡൈനാമിക് ആണ് എന്നതുകൊണ്ടാണ്. അതായത് ഖുർആൻ ആണിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ തന്ന ആയത്തുകളുണ്ട്, പെണ്ണിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയ ആയത്തുകളുണ്ട്. സബബുൻ നുസൂൽ എന്നത് ഖുർആന്റെ ഒരു പ്രധാന ഒരു രീതിയാണ്. അവതരിക്കാനുള്ള കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത് പല രീതികളിലൂടെയാണ്. ഒന്ന്, ജനറലായി എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന രീതിയിൽ ഖുർആനെ കാരണമില്ലാതെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് പോലുള്ള കാര്യങ്ങൾ അത് കാരണമില്ലാതെ വരുന്ന രീതിയാണ്. അള്ളാഹുവിന് കാരണമുണ്ട്, അതായത് ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഭാഗങ്ങളുണ്ട്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശങ്കകളെ മാറ്റി ദൂരീകരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാനും ഇറങ്ങിയ ഒരുപാട് സൂറത്തുകളും ആയത്തുകളും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്വേഷണങ്ങൾക്ക് മറുപടിയായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യമായ ചോദ്യങ്ങൾ ചില ആൾക്കാർ ചോദിച്ചതിനുള്ള മറുപടിയായി സൂറത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മറുപടികളുണ്ട്. അതുപോലെ തന്നെ മക്കയുടെ ജീവിതത്തിൽ ആവശ്യമായ ധാർമ്മിക പാഠങ്ങൾ അവർക്ക് നൽകുന്ന രീതിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്താണ് ദീൻ എന്ന് പഠിപ്പിക്കുന്ന ദീൻ പോലുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ. ദീൻ എന്താണ് എന്താണ് ദീനിന്റെ ഒരു മാർഗം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കയുടെ ജീവിത സാഹചര്യത്തിൽ 13 വർഷം ഒരു മുസ്ലിം സമൂഹത്തെ ധാർമ്മികമായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന രീതിയിൽ ആ തരത്തിൽ അവതരിച്ച ഒരുപാട് സുഹൃത്തുക്കളും ആയത്തുകളും ഉണ്ട്. മദീനയുടെ പശ്ചാത്തലത്തിൽ ശരീഅത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആണല്ലോ മദീനയിൽ. അപ്പോൾ അവിടെ അള്ളാഹു ചോദിക്കാതെ തന്നെ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോസസ് നബിയുടെ അന്വേഷണങ്ങൾക്ക്, സഹാബത്തിന്റെ അന്വേഷണങ്ങൾക്ക്, ശത്രുക്കളുടെ അല്ലെങ്കിൽ അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളും ആയത്തുകളും വരുന്നു. ഇങ്ങനെ പലവിധ രീതികളിലൂടെയാണ് വരുന്നത്. അതിലെല്ലാത്തിനും ഒരു ഹിക്മത്തുകളുണ്ട്. അപ്പോ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് പുരുഷനോടുള്ള മറുപടികൾ. നിങ്ങൾ ആ സൂറത്തുൽ അഹ്സാബിനെ എടുത്ത് നോക്കുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന രീതിയിലാണ് പുരുഷനോട് പറയുന്നത്. സ്ത്രീകളെ കുറിച്ച് പ്രത്യേകം പറയുന്ന ഭാഗത്ത് സ്ത്രീകളുടെ ഐഡന്റിറ്റിയെയും റെപ്രസെന്റേഷനെയും അസേർട്ട് ചെയ്യുന്ന ആയത്തുകളാണ് സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഭാഗത്തുള്ളത്. അപ്പോൾ നിയമപരമായ കാര്യങ്ങൾ ആയത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ധാർമ്മികതയുടെ കാര്യത്തിൽ പറയുമ്പോൾ ചില വിഷയങ്ങളിൽ പൊതുവായി പറയുകയും മറ്റു ചില കാര്യങ്ങളിൽ സ്ത്രീകൾ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഇമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളിൽ സ്ത്രീകളുടെ ഇടപാടുകൾ അവർക്കിടയിൽ സൂക്ഷ്മത വരുത്തണമെന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം. സൂറ ഹുജറാത്തിന്റെ പല ആയത്തുകളും അങ്ങനെ ചില ഭാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് മറ്റൊരാളെ പരിഹസിക്കരുതെന്ന് പറയുമ്പോൾ അല്ലാഹു വലാ യസ്ഖർ ഖൈറും മിൻ കുന്ന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സ്ത്രീകൾ മറ്റൊരാളെക്കാളും നല്ലതാവൂല എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ സാഹചര്യം അനുസരിച്ചുകൊണ്ട്, എന്നാൽ ഒരേ സമയം തന്നെ ടൈംലിയും അതേസമയം തന്നെ ബിയോണ്ട് ദ ടൈമും എന്ന രീതിയിലാണ് ഖുർആനിന്റെ ഒരു പ്രസന്റേഷൻ പോലും. ഏതൊരു കാലഘട്ടത്തിലും ആപ്റ്റാവുന്ന ആയത്തുകളും എന്നാൽ അവർക്ക് ആവശ്യമുള്ള അതേ സാഹചര്യത്തിൽ ആവശ്യമായ ആയത്തുകളും എന്ന രീതിയിലാണ് ഖുർആന്റെ രീതി. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നവർക്കുള്ള മറുപടി ഖുർആൻ നൽകാറുണ്ട്. അതിന്റെ ഭാഗമാണ് ആ സൂറത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു സ്ത്രീകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, സൂറ മുജാദല ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റു പല ഭാഗങ്ങളിലും ഇത് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹു ചോദിക്കുന്നതിന് മറുപടിയായിട്ട് നൽകുന്നു, ചോദിക്കാതെ മറുപടി നൽകുന്നു, മനസ്സറിഞ്ഞുകൊണ്ട് മറുപടി നൽകുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള വ്യാധികളെ അറിഞ്ഞുകൊണ്ട് പറയാതെ തന്നെ അള്ളാഹു അറിയാം, എനിക്ക് നിന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഖിബ്ല മാറ്റത്തെ അള്ളാഹു പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഖുർആന്റെ അവതരണങ്ങൾക്ക് ഇങ്ങനെ വ്യത്യസ്ത രീതികളാണ്. ആ രീതികളുടെ ഒരു പ്രത്യേകത
അത് ടൈംലിയുമാണ്, എന്നാൽ ബിയോണ്ട് ദ ടൈമുമാണ്. അത് ഏത് കാലത്തും യൂണിവേഴ്സലായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പഠനവും പാഠ്യവും ഈ ആയത്തുകൾ നമുക്ക് കാണാം. ഇതാണ് ഇതിന്റെ ഒരു ഖുർആൻ അവതരണത്തിന്റെ രീതികൾ. ഒരു സംശയം ചോദിക്കട്ടെ? യെസ്. ഖുർആനില് നമ്മൾ കാണുന്ന സ്ത്രീ കഥാപാത്രങ്ങളിലെ സ്ത്രീകള് ഒരു ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ അവതരിപ്പിച്ച അതിൽ ഏറെക്കുറെ എല്ലാവരെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഏതൊരാൾ എടുത്തു കഴിഞ്ഞാലും അത് ഒരു ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങളായിട്ടാണ് നമുക്ക് മുന്നിൽ കിട്ടുന്നത്. ബൽക്കീസ് ബീവിയുടെ കഥയായാലും അവരോട് യുദ്ധത്തിലേക്ക് അവരുടെ കൊട്ടാരത്തിലെ നേതാക്കന്മാര് യുദ്ധമാണ് പരിഹാരം എന്ന് നിർദ്ദേശിക്കുമ്പോൾ യുദ്ധം പരിഹാരമല്ല എന്ന് പറയുന്ന ബൽക്കീസിനെ കാണാം. ഹാജറയുടെ ആവട്ടെ, മൂസ അലൈഹി സ്വലാമിന്റെ സഹോദരിയുടേതാവട്ടെ, മൂസ അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് വരുന്ന സ്ത്രീകളുടേതാവട്ടെ, സാറ മലക്കുകളുടെ മുന്നിലേക്ക് തലക്കടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരുന്ന സാറയെ ഖുർആൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളെയും എടുത്തു നോക്കിയാൽ, മറിയമിന്റെ ആവട്ടെ, ഏതൊരാളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് കാണാൻ പറ്റുക. അതുമാത്രമല്ല മുന്നിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണ് കാണുക. അതേസമയം നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീകൾ ഇങ്ങനെ പിറകോട്ടേക്ക് മാറ്റപ്പെട്ടത് എന്ന് മുതലാണ്? എങ്ങനെയാണ് അത് അങ്ങനെ സംഭവിച്ചത്? അതിന്റെ ഒരു പ്രധാന കാരണം പരമാവധി ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു കൗമി പ്രത്യേകതകളാണ്. അതാണ് ഇതിലെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. കാരണം ഈ ഒരു അതായത് ഗോത്രവർഗ ഹജ്ജത്തുൽ വിദാഇ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട സന്ദേശം പോലും. പക്ഷെ അത് പിൽക്കാലത്ത് വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളാൻ പിന്നീട് വന്ന ഇസ്ലാമിന്റെ വികാസത്തിന് കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും രസകരമായ ഒരു ചർച്ച വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നമ്മുടെ അലി റളിയല്ലാഹുവിനോട് ചിലർ ചോദിച്ച ചില ചോദ്യത്തിലാണ്. അലി റളിയല്ലാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു, അതായത് നിങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അതിനോട് ഒരാൾ ചോദിച്ചതാണ്, നിങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ചില മനുഷ്യന്മാരുണ്ടല്ലോ, അതായത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും അത്രമേൽ അനുസരിക്കുകയും സഹകരിക്കുകയും ചെയ്തത്? കാരണം അക്കാലത്ത് ദുനിയാവ് ഭയങ്കരം ഇടുങ്ങിയതായിരുന്നു. എന്നാൽ പിന്നീട് എന്തായി? ദുനിയാവ് വിശാലമാകുകയും സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു. അപ്പോഴാണ് ഈ ഉസ്മാൻ അലി റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും നമ്മുടെ ഖലീഫമാരായി മാറിയത്. അപ്പോഴോ ജനങ്ങൾ നിങ്ങളെ അനുസരിച്ചില്ല, സഹകരിക്കുകയോ ചെയ്തില്ല. അതെന്താ ഇങ്ങനെ ആയത്? കാരണം ആ സമയത്ത് ദുനിയാവ് ഭയങ്കര വിശാലമായി മാറി, എന്നാൽ നിങ്ങൾക്ക് വളരെ കുടുസായി മാറി. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞ ഒരു മറുപടി ഇതിന് പറ്റിയ ഒരു വിഷയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അബൂബക്കറിന്റെയും ഉമറിന്റെയും പ്രജകള് എന്നെയും ഉസ്മാനെയും പോലുള്ളവരായിരുന്നു. എന്നാൽ എന്റെ പ്രജകൾ നിന്നെയും നിന്നെ പോലുള്ളവരായിരുന്നു. അതാണ് അദ്ദേഹം കൊടുത്ത മറുപടി. അതായത് ആദ്യകാല ഇസ്ലാമിന്റെ സമൂഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും തർബിയത്തും തസ്കിയത്തും ലഭിച്ച ഒരു സമൂഹമാണ്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെയും അലി റളിയല്ലാഹുവിന്റെയും കാലത്തിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമിക ലോകം വിശാലമായി മാറുകയും ഈ തസ്കിയത്തും തർബിയത്തും വേണ്ടത്ര രീതിയിലേക്ക് എത്താതാവുകയും ചെയ്തു. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ ഒരു സോഷ്യോളജി ഗ്രന്ഥമൊന്നും അല്ലല്ലോ, ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ കിതാബല്ല. ഖുർആൻ ഒരു ഹുദ പഠിപ്പിക്കുന്ന കിതാബാണ്. പക്ഷെ ആ ഹുദ നിയമം പഠിപ്പിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അള്ളാഹു നിയമം പറയുന്ന ആയത്തുകളൊക്കെയും ആഖിറത്ത് കണക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അള്ളാഹുന്റെ റഹ്മത്തും മഗ്ഫിറത്തും ചേർത്ത് വെക്കുന്നത് കാണാം. മുൻകാലത്തെ പാപങ്ങൾ അള്ളാഹ് ഇനി പുറത്തു തരും, ഇനി സൂക്ഷിക്കണം എന്ന് പറയുന്നത് കാണാം. നിയമങ്ങൾ പറയുന്ന ഭാഗത്തല്ല. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആ പറയുന്ന ഭാഗത്തൊക്കെ അദബ് ചേർക്കുന്നു, അദബിന്റെ കൂടൊപ്പം ആഖിറത്ത് ചേർക്കുന്നു എന്നതാണ്. പക്ഷെ ഈ ആഖിറത്ത് അദബ് എന്ന് പറയുന്ന ചിന്തകൾ ഇസ്ലാമിക പ്രദേശവും മുസ്ലിങ്ങളും വ്യാപിക്കുന്നതോടുകൂടി ആ തരത്തിലുള്ള തർബിയത്തിനോടും തസ്കിയത്തിനോടും ഉള്ള ഒരു കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധി മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഒട്ടും ഇല്ലാതായി എന്നല്ല.
ഒരുപാട് കാലം നല്ല മനുഷ്യന്മാർ പല ഭാഗത്തും നല്ല ഇമാമന്മാരും അവരുടെ അനുയായികളൊക്കെ ജീവിച്ചിരുന്നു. ഈ പറയുന്ന ഒരു ക്രമാനുഗതമായ മാറ്റങ്ങൾ എന്ത് സംഭവിച്ചു? ശരീഅത്തിന്റെ ശരിയായ അപ്ലിക്കേഷനിൽ സാരമായി ബാധിച്ചു എന്നതാണ്. അതോടുകൂടി ഈ പറയുന്ന വീണ്ടും എന്ത് ചെയ്യുന്നു, മുസ്ലിം സമൂഹത്തില് അടികളുണ്ടായി, ബഹളങ്ങളുണ്ടായി, വഴക്കുകളും ഫിത്തനുകളും ഉണ്ടായി. അതിന്റെ കൂടെ ആണുങ്ങൾക്ക് തന്നെയും പെണ്ണുങ്ങൾക്ക് ലഭിച്ചിരുന്ന അവകാശങ്ങളും ആണുങ്ങൾക്കും ലഭിച്ചിരുന്ന അവകാശങ്ങൾ, മുസ്ലിമിനും നോൺ മുസ്ലിമിനും ഇസ്ലാം കൊടുക്കുന്ന അവകാശങ്ങളെല്ലാം മുസ്ലിം ഭരണ പ്രദേശങ്ങളിൽ തന്നെ ഇല്ലാതായി. അത് പെണ്ണിന് മാത്രമല്ല ആണിനും ഇല്ലാതായി, നോൺ മുസ്ലിമിനും മാത്രമല്ല മുസ്ലിമിനും ഇല്ലാതായി. അങ്ങനെ ഒരു സാഹചര്യം ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചു. അതിന് കാരണം ശരീഅത്ത് എപ്പോഴും ശരീഅത്ത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? അദബിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ്. ശരി, അള്ളാഹുവിനോടുള്ള ഖുശൂവും ഖശിയത്തും ഭയവും ഭക്തിയും നിറയുന്ന സാഹചര്യത്തിലാണ്. ഒരു നിയമം നടപ്പിലാക്കൽ മാത്രമായി മാറുകയാണെങ്കിൽ അവിടെ നിയമത്തോടുള്ള കമ്മിറ്റ്മെന്റ് സമൂഹത്തിൽ നിന്ന് ലഭിക്കാതാവും. അത് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കും. ആ വ്യാപനം സമൂഹത്തിൽ സ്ട്രാറ്റയിൽ അള്ളാഹു ഉണ്ടാക്കിയ ഖുർആൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതിൽ ഒരുപാട് ഇടിവുകൾ സംഭവിക്കും. ഇതൊക്കെയാണ് മെയിൻ കാരണം. അതായത് അദബ്, ഖുശൂ, തഖ്വ, ശരീഅത്ത് പാലിക്കുമ്പോഴുള്ള അദാലത്ത്, റഹ്മത്ത്, നീതി, കാരുണ്യം, ഇതിനെ കുറിച്ചുള്ള ബോധങ്ങൾ വേണ്ടത്ര തരത്തിൽ എന്ത് ചെയ്തില്ല, മുഴു സമൂഹത്തിലേക്കും പടർന്നില്ല, അല്ലെങ്കിൽ പടരാനുള്ള സാധ്യതകൾ ഇല്ലാതായി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ തടയപ്പെട്ടു. ഇങ്ങനെയൊക്കെ പലവിധ കാരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാൻ കഴിയും. അതാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാൻ കാരണം. അല്ല, ഞാന് അതിലൊരു എനിക്കത് ഒരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പം വളരെ ഗംഭീരമായിട്ട് വന്ന മുജദ്ദിദുകൾ, അല്ലെങ്കിൽ നിൽക്കുന്ന പണ്ഡിതന്മാർ പോലും, മൗദൂദ് സാഹിബ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഉണ്ടായ കാഴ്ചപ്പാടുകൾ പിന്നെ ഖുർആനിനെ മുന്നിൽ വെച്ച് വായിക്കുമ്പോൾ അത് ഒരു എന്താ പറയാ, എല്ലാ ആദരവും വെച്ചിട്ട് പറയാണ്, അത് ഖുർആനിനെ മുന്നിൽ വെച്ചിട്ട് വായിക്കുമ്പോൾ എന്തോ ഒരു വെല്ലായിക തോന്നുന്നുണ്ട്. അതിന് വേറെ ചില അവർ ജീവിച്ച സാമൂഹിക പശ്ചാത്തലങ്ങളുടെ ഒരു ഘടകമാണ്. മറ്റൊരു ചർച്ചയിലേക്ക് അവിടെ കൊണ്ടുപോകും. എന്നാലും സംസാരിക്കാൻ പ്രശ്നമില്ല. അത് മെയിനായിട്ട് അവര് ഒന്ന് മൗലാന മൗദൂദിയുടെ കാര്യം പറയുകയാണെങ്കിൽ മോഡേണിറ്റി വലിയൊരു ഘടകമാണ്. അതിനോടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യം, അവരുണ്ടാക്കിയ ഒരു കൾച്ചറൽ ഇൻവേഷൻ, അതിനോടുള്ള ഒരു പ്രതികരണം, അതാണ് പർദ എന്ന് പറയുന്ന രചന പോലും. അപ്പോ ആ ഒരു തരത്തിലുള്ള വസ്ത്രത്തെ അദ്ദേഹം എടുത്തു പറയുകയും അങ്ങനെയുള്ളവരല്ലാത്ത ആൾക്കാരെ ഒരേ സമയം തന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ തിയറിയും പ്രാക്ടീസും ഒരുപോലെ വായിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അവസാന കാലത്താണ് മുഴുവൻ പർദയിലേക്ക് പോയത്. അത് കാഴ്ചപ്പാടുള്ളപ്പോൾ തന്നെയും മൗലാന മൗദൂദിയുടെ ഒരു രീതിയായിരുന്നു അത് തന്റെ കാഴ്ചപ്പാട്, തന്റെ ഏറ്റവും കൂടുതൽ ഒരാൾ അടിച്ചേൽപ്പിക്കാൻ കഴിയുക തന്റെ കൂടെ ഉള്ള സ്ത്രീകളാണല്ലോ. പക്ഷെ ഒരിക്കലും അദ്ദേഹം മൗലാന മൗദൂദി തന്റെ ഭാര്യയിലേക്ക് അദ്ദേഹത്തിന്റെ പർദയുടെ കൺസെപ്റ്റ് അടിച്ചേൽപ്പിച്ചില്ല. അവർക്ക് അവരുടെ രീതിയിൽ, അവര് ഹിജാബ് അവരുടെ രീതിയിൽ മറയ്ക്കുന്നവരായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ പോലെ ഡ്രസ്സിന്റെ ഒരു ഫുൾ പാക്കപ്പ് അദ്ദേഹം അത് അടിച്ചേൽപ്പിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും അടിച്ച് പുറത്താക്കാൻ നിന്നില്ല. അത് നമ്മൾ പാകിസ്ഥാൻ മൗലാന മൗദൂദി ഉണ്ട്, അത് കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളിൽ, അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ, അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ സ്ത്രീകൾ നല്ല സാന്നിധ്യമുള്ളതായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഉള്ള ഹിജാബ് മുഴുവൻ മറയ്ക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു, അല്ലാത്തവരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ യൂറോപ്യൻ, അറേബ്യൻ സന്ദർശനങ്ങളിലെല്ലാം അങ്ങനെയുള്ളവരുണ്ട്. ആരെയും അദ്ദേഹം എതിർത്ത് പറയുകയോ അവരെ പുറത്താക്കണമോ എന്ന് പറയുന്ന ഒരു റിജിഡ് കാഴ്ചപ്പാടൊന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നില്ല. അതൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാം കൂടെ